നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു വശത്ത് അർജുനായങ്കിക്ക് പിന്തുണയുമായി ആകാശ് തില്ലങ്കേരിയെ പോലെയുള്ളവർ സൈബർ ഇടങ്ങളിൽ നിറയുന്നു. മറുവശത്തിത സൈബർ കമ്മികൾ അർജുനായങ്കിക്ക് വലയം തീർത്ത് സംരക്ഷണമൊരുക്കുന്നു. എന്നാൽ അതിനേക്കാൾ ഭയപ്പെടുത്തുന്ന ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോലീസിലെ ചുവപ്പുകാരാണ് അർജുനായങ്കിയെ സംരക്ഷിക്കുന്നത്. പത്രപ്രവർത്തകനായ അനിൽ നമ്പ്യാർ ഫേസ്ബുക്കിൽ കുറിക്കുന്നതിങ്ങനെ: ഒരു കൊടും ക്രിമിനലിനെ സംരക്ഷിക്കാൻ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു പറ്റം കമ്മികളും സുഡാപ്പികളും കാണിക്കുന്ന അമിതാവേശം എന്നെ അത്ഭുതസ്തബ്ധനാക്കുന്നു. സ്വർണം പൊട്ടിക്കൽ സ്പെഷ്യലിസ്റ്റ് അർജുനായങ്കിയെ വെള്ളപൂശുന്നവർ സൈദ്ധാന്തികൻ TG മോഹൻദാസുമായിട്ടാണ് അയാളെ താരതമ്യം ചെയ്യുന്നത്. ഗുണ്ടായിസത്തെ പോലും നോർമലൈസ് ചെയ്യുന്നു. ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും നിയമവാഴ്ചയെയും പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരുത്തനാണ് പിന്തുണ. ഒളിവിൽ കഴിയുന്ന അവനെ തീറ്റിപ്പോറ്റാൻ GPയിൽ ഒരുപക്ഷെ ആയങ്കി ഫാൻസ് അറിഞ്ഞ് സംഭാവന ചെയ്യുന്നുണ്ടാകും. ഇത് കേരളമല്ല, കരാളമാണ്. ഈ പോസ്റ്റിന് മണിക്കൂറുകൾക്ക് മുൻപ് അനിൽ നമ്പ്യാർ തൻ്റെ ഫേസ്ബുക്കിൽ ഇത്തരമൊരു പോസ്റ്റിട്ടു. ആയങ്കിക്കെതിരെ വെടിയുതിർക്കുമെന്നറിഞ്ഞതോടെ ആർത്തലിച്ച് കരയുന്ന അന്തം കമ്മി തലവൻ. അനിൽ നമ്പ്യാർ മറ്റൊരു പോസ്റ്റിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കി. തൃശൂർ സിറ്റിയിലെ സുഖചികിത്സാ കേന്ദ്രത്തിൽ എത്തുന്നതിന് മുൻപ് കൂർക്കഞ്ചേരിയിലെ മയ്യഴിക്കാരി സെറ്റപ്പിനെ കാണാൻ ആയങ്കി ബ്രോ എത്തിയത്രേ. അർജുനന് കവചം തീർത്തത് ഒരു കാടക്കോഴിയാണത്രേ. തൃശൂർ സിറ്റിയിലൂടെ ലെവൻ മിന്നിക്കണമെങ്കിൽ പോലീസിലെ ചില ഏമാന്മാർ കണ്ണടച്ചിട്ടുണ്ട്. പിണറായി ബാധ ഇപ്പോഴും ഒഴിയാത്ത കാക്കിയിലെ ചുവപ്പന്മാരെ തിരിച്ചറിയണം. ഒരു വെടിവെപ്പിനുള്ള സ്റ്റാൻഡേർഡൊന്നും ഈ ചീള് പയലിനില്ല. അതിനു മുൻപ് അനിൽ നമ്പ്യാർ കുറിച്ചു: സ്വർണം പൊട്ടിക്കൽ സ്പെഷ്യലിസ്റ്റ് സഖാവ് അർജുനായങ്കിയുടെ സംരക്ഷണം സഖാവ് ബ്രൂട്ടസ് ഏറ്റെടുക്കണം. അനിൽ നമ്പ്യാരുടെ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് അർജുനായങ്കി ഫേസ്ബുക്കിൽ അതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. ഒട്ടും സ്റ്റാൻഡേർഡ് അല്ലാത്തതുകൊണ്ട് ആ മറുപടി നമുക്കിപ്പോൾ വായിക്കേണ്ട. ഒരു വശത്ത് പോലീസ് ഏമാന്മാർക്കെതിരെ കട്ടയ്ക്ക് വെല്ലുവിളിക്കുന്ന അർജുനായങ്കി. പോലീസുകാരെ താൻ എടുത്തോളാമെന്നാണ് നേരത്തെ ഫേസ്ബുക്കിൽ അർജുനായങ്കി കുറിച്ചത്. കോതമംഗലം ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തിയ അർജുനായങ്കിക്കെതിരെ വീണ്ടും പോലീസ് കേസെടുക്കുന്നു. ഈ കേസിൽ അർജുനായങ്കിക്ക് കോടതി ജാമ്യം നിഷേധിക്കുന്നു. തുടർന്ന് ഒളിവിൽ പോയ അർജുനായങ്കിക്ക് വേണ്ടി വ്യാപകമായി പോലീസ് വലവിരിച്ചു. കൊച്ചി കേന്ദ്രീകരിച്ചായിരുന്നു അർജുനായങ്കിയുടെ ഒളിവ് ജീവിതം. ഇതിനിടയിൽ പോലീസിനെ പിടിക്കാമെങ്കിൽ പിടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്നിടത്താണ് കാര്യങ്ങൾ കൂടുതൽ കലുഷിതമായത്. ആഭ്യന്തരമന്ത്രിയെ കൂടി വെല്ലുവിളിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടു. തുടർന്ന് വെടിവെച്ചായാലും അർജുനായങ്കിയെ പിടികൂടാനുള്ള നിർദ്ദേശം. ഇതനുസരിച്ച് അർജുനായങ്കിയെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം കൊടുക്കുകയാണ് കേരള പോലീസ്. പ്രത്യേക അന്വേഷണ സംഘത്തെ കബളിപ്പിച്ചുകൊണ്ട് പന്തിയങ്കര ടോൾ പ്ലാസയിലൂടെ കടന്നുപോകുന്ന അർജുനായങ്കിയുടെ വീഡിയോ ദൃശ്യങ്ങൾ ഏറെ ആശ്ചര്യമുളവാക്കി. കേരള പോലീസിലെ ചുവപ്പന്മാർ തന്നെയാണ് അർജുനായങ്കിക്ക് പഴുതൊരുക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെളിവുകൾ. ഇന്നലെ തൃശ്ശൂരിൽ മരച്ചുവട്ടിൽ താൻ ഇരിപ്പുണ്ട് എന്നൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ അർജുനായങ്കി തള്ളിമറിച്ചത്. പലവട്ടം ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ക്രിമിനൽ കേരളത്തിൽ മുങ്ങി നടക്കുമ്പോൾ എന്തുകൊണ്ട് കേരള പോലീസിന് പിടികൂടാൻ കഴിയുന്നില്ല? പഴയ പിണറായി ഫാൻസ് ഇപ്പോഴും പോലീസ് സേനയിലുണ്ട് എന്ന് അനിൽ നമ്പ്യാരെ പോലുള്ളവർ പറയുന്നതിന് പിന്നിൽ ഈ ഒരൊറ്റ വസ്തുത മാത്രം. നിരുപാധികം പിന്തുണ നിനക്ക് തന്നെ, ബാക്കിയൊക്കെ പിന്നെ എന്ന് കുറിക്കുകയാണ് ഇപ്പോൾ സൈബർ കമ്മികൾ സോഷ്യൽ മീഡിയയിൽ. നേരത്തെ കോതമംഗലം ഇൻസ്പെക്ടറെ പരസ്യമായി വെല്ലുവിളിച്ച അർജുനായങ്കി പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി എന്ന കേസ് അന്വേഷിച്ച ഊന്നുകൽ CEയെ ഭീഷണിപ്പെടുത്തി. തനിക്ക് പറ്റുമെങ്കിൽ പിടിക്കാനാണ് അർജുനായങ്കി ഊന്നുകൽ ഇൻസ്പെക്ടറെ വെല്ലുവിളിച്ചത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചപ്പോൾ കീഴടങ്ങാമെന്നാണ് കരുതിയത്. എന്നാൽ അല്ലാതെ പിടിക്കാനാണ് ഭാവമെങ്കിൽ പിടിച്ചോളൂ എന്നായിരുന്നു അർജുനായങ്കിയുടെ വെല്ലുവിളി. കഴിഞ്ഞ മെയ് 3 വെച്ച് ഒരു റിസോർട്ടിൽ നിന്ന് അർജുനായങ്കിയെയും കൂട്ടുകാരെയും കോതമംഗലം CI അറസ്റ്റ് ചെയ്തതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അതിനു മുൻപ് നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, കൊലപാതക ശ്രമം തുടങ്ങി നിരവധി കേസുകൾ അർജുനായങ്കിക്കെതിരെ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പലവട്ടം ജയിലിലും കിടന്നിട്ടുണ്ട്. സന്തോഷ് PK പോലുള്ളവർ ഫേസ്ബുക്കിൽ കുറിക്കുന്നതിങ്ങനെ. അതിന് മറുപടിയാണ് അനിൽ നമ്പ്യാർ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നൽകിയത്. അർജുനായങ്കി എനിക്ക് പ്രത്യേകിച്ച് അടുപ്പമൊന്നുമില്ല, പക്ഷേ ഇന്ന് ഒരു ന്യൂസ് കണ്ടു. അടിയന്തര സാഹചര്യം വന്നാൽ വെടിവെക്കാൻ ഉത്തരവുണ്ടെന്ന്. കൊള്ളാലോ കളി. ഇതെന്താ വെള്ളരിക്ക പട്ടണമോ? ഒളിവിൽ പോയാൽ വെടിവെക്കാൻ. അങ്ങനെയാണെങ്കിൽ രാഹുലിനെ കർണാടക അതിർത്തിയിൽ നിന്ന് പോലീസിനെ ആക്രമിച്ചു എന്ന പേരിൽ വെടിവെക്കാമായിരുന്നു കേരള പോലീസിന്. TG മോഹൻദാസ് ഒളിവിലാണല്ലോ, വേണമെങ്കിൽ കണ്ടുപിടിച്ച് വിറയാർന്ന കയ്യിൽ ഒരു തോക്കും വെച്ച് കൊടുത്തിട്ട് വെച്ചൂടെ വെടി. ഇതൊക്കെ ഒരു നാടകമാണ് പോന്നു UDFകാര മനസ്സിലാക്കിക്കോളൂ. സതീശൻ അന്ന് പറഞ്ഞ നുണകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണം.
UDF വന്നപ്പോൾ ജനങ്ങളുടെ അതൃപ്തി മറ്റു വഴികളിൽ കൂടി ശ്രദ്ധ തിരിച്ചുവിടണം. എല്ലാ ചർച്ചകളും സകലമാന മീഡിയകളും കള്ളുകോഴിക്കാലും വാങ്ങി അർജുൻ്റെ മേലെ ഫോക്കസ് ചെയ്യണം. അതും കനകോലി ടീം പറഞ്ഞു തന്നതായിരിക്കും. എന്തായാലും ശരി, നടക്കട്ടെ. RC ഇത്തിരി ഉളുപ്പ്. ഇതിന് മറുപടിയും UDFകാർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നുണ്ട്. അതിലൊരു മറുപടി ഇങ്ങനെ: എടാ മോനെ അർജുനായെങ്കിൽ, നിന്റെ മാമൻ കേരളം ഭരിച്ചിരുന്ന കാലത്ത് നീ കുറേ സാറ്റ് കളിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ കാലം മാറി. കേരളം ഭരിക്കുന്നത് VD സതീശനാണ്. അദ്ദേഹത്തോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രിയാണ് പോലീസിനെ നയിക്കുന്നത്. അതുകൊണ്ട് ഏത് മടയിൽ പോയി ഒളിച്ചാലും ഏത് പാർട്ടി ഗ്രാമത്തിൽ അഭയം തേടിയാലും നിയമത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷയില്ല. നിയമം അതിൻ്റെ ജോലി ചെയ്യും. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പുഷ്പം പോലെ നിന്നെ പിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അർജുനായങ്കിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്ന അർജുനായങ്കിയുടെ ഭാര്യയുടെ വീഡിയോ ഇപ്പോൾ ചിലർ കുത്തിപ്പൊക്കി. ആയങ്കിക്ക് മറുപടിയുണ്ടോ എന്ന് ആഭ്യന്തരമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഒരു ചെറുചിരി മാത്രം മറുപടി പോലീസ് നൽകുമെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചത്. പിടിക്കാമെങ്കിൽ പിടിച്ചോ എന്ന് വെല്ലുവിളിച്ച അർജുനായങ്കിയെ തൂക്കാൻ സജ്ജമായി പ്രത്യേക അന്വേഷണ സംഘം. അവരുടെ അരയിൽ തൂക്കിയിട്ട തോക്ക് വെറുതെയല്ല എന്ന് ആഭ്യന്തര വകുപ്പും പറയുന്നു. അർജുനായങ്കിയുടെ ചങ്ക് ആകാശ് തില്ലങ്കേരി ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെ: ആദ്യമേ വ്യക്തമാക്കട്ടെ, അർജുനായങ്കി പോലീസിനെ പരസ്യമായി അവഹേളിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തതിനോട് എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. ഒരു കള്ളക്കേസിൽ കുടുക്കിയപ്പോൾ ഉണ്ടായ വികാരത്തള്ളിച്ചയിലാകാം അവൻ അങ്ങനെ പ്രതികരിച്ചത്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ എതിർപ്പുകൾ പ്രകടിപ്പിക്കേണ്ടത് നിയമപരമായും രാഷ്ട്രീയമായുമാണ്, അല്ലാതെ വ്യവസ്ഥിതിയെ വെല്ലുവിളിച്ചുകൊണ്ടല്ല എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. അവൻ്റെ എടുത്തിയാട്ടത്തെ വിമർശിക്കുമ്പോൾ അതിന് കാരണമായ പോലീസിൻ്റെ കള്ളക്കേസിനെ ഞാൻ നിസ്സാരവൽക്കരിക്കുന്നില്ല. അതിൽ അവനും കൂട്ടുകാർക്കും ഒപ്പം തന്നെ അന്നും ഇന്നും എന്നും നിലകൊള്ളുന്നത്. പക്ഷേ ഒരു തെറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരു പൗരനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാൻ ഇത് സംഘപരിവാർ ബുൾഡോസർ ഭരണമുള്ള UPയോ ബീഹാറോ അല്ല. ജനാധിപത്യത്തിൻ്റെയും മനുഷ്യാവകാശങ്ങളുടെയും മഹത്വം പറയുന്ന കോൺഗ്രസ് കേരളത്തിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുകയാണോ? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഭരണകൂടം ഒരു പൗരൻ്റെ ജീവനെടുക്കാൻ ആഹ്വാനം ചെയ്ത് തുനിഞ്ഞിറങ്ങരുത്. ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണിത്. ഭരണകൂട ഭീകരതയ്ക്കും സംഘീയ മോഡൽ അടിച്ചമർത്തലുകൾക്ക് മുന്നിൽ തലകുനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിയമപരമായ തെറ്റുകൾക്ക് നിയമപരമായ ശിക്ഷ നൽകട്ടെ. അല്ലാതെ ഭരണകൂടത്തിൻ്റെ തോക്കിൻ മുന കാട്ടി ഭയപ്പെടുത്താമെന്നാണ് കോൺഗ്രസ് സർക്കാർ കരുതുന്നതെങ്കിൽ ആ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെ ചെറുത്തു തോൽപ്പിക്കാൻ ഞങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടാകും. ഇവിടെ ജനാധിപത്യമാണ്, രാജവാഴ്ചയല്ല. തെറ്റിന് ശിക്ഷ കൊടുക്കേണ്ടത് കോടതിയാണ്, തോക്കല്ല. ജനാധിപത്യത്തിലെ മനുഷ്യാവകാശങ്ങളെ കാറ്റിൽ പറത്തുന്ന ഭരണകൂട ഭീകരതയോട് ഒത്തുതീർപ്പില്ല. നിയമം ഏവർക്കും സമമാണ്. അതിൽ തെറ്റുതിരുത്തലും ഉണ്ടാകണം, നീതിയും നടപ്പിലാകണം. വാക്കിന് തോക്കാണ് മറുപടിയെങ്കിൽ നിങ്ങളുടെ ആയുധപ്പുരയിലെ തോക്കുകൾ ഇവിടെ തികയാതെ വരും മിസ്റ്റർ മിനിസ്റ്റർ. ഒരു കാര്യം വ്യക്തമാണ്, ആകാശ് തില്ലങ്കേരിയെപ്പോലുള്ളവർ അർജുനായങ്കിക്ക് സംരക്ഷണ കവചമൊരുക്കുന്നു. ഇതിന് പിന്നിൽ പോലീസിലെ ചൗപ്പന്മാർ മാത്രമല്ല, പാർട്ടിയിലെ സൈബർ സഖാക്കളും കട്ടയ്ക്കുണ്ട്. വെല്ലുവിളി നേരിട്ട് ഏറ്റെടുത്തുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രിയുടെ മുന്നോട്ടുള്ള പോക്ക്. പോലീസിൽ നീതി നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ ഒരിക്കൽ കൂടി അർജുനായങ്കിക്ക് നൽകുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.